രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞത് താൽക്കാലികം മാത്രമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കേസുകൾ വന്നുകൊണ്ടേയിരിക്കുമ്പോൾ തുടർച്ചയായി ഒളിവിൽ കഴിയേണ്ടി വരുന്ന അപൂർവം ഒരാളായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി. ഇപ്പോഴും കോൺഗ്രസിന്റെ സംരക്ഷണത്തിൽ തന്നെയാണ് രാഹുൽ ഉള്ളതെന്നും MV ഗോവിന്ദൻ കണ്ണൂരിൽ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസുകൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. അറസ്റ്റ് ഹൈക്കോടതി താൽക്കാലികമായാണ് തടഞ്ഞത്. താൽക്കാലികമായ തടയലാണ്. നിങ്ങളെ വിശദീകരണം കേട്ടാൽ തോന്നും ആജീവനാന്തം തടഞ്ഞിരിക്കുന്നു എന്നാണുള്ളത്. തീർച്ചയായിട്ടും ഒരു കേസ്, രണ്ടാമത്തെ കേസ്, തുടർന്ന് ഓരോ കേസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ കാലവും ഒളിവിലും പിന്നെ തെളിവിലും പിന്നെ ഒളിവിലുമൊക്കെ ആയിട്ട് ജീവിതം മുന്നോട്ടേക്ക് നയിക്കേണ്ടി വരുന്ന അപൂർവം ഒരാളായിരിക്കും രാഷ്ട്രീയ രംഗത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കോൺഗ്രസിന്റെ സംരക്ഷണയിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴുള്ളതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ശരിയായ രീതിയിൽ ഒളിപ്പിച്ചത് കോൺഗ്രസ്സാണ്. ഇപ്പോഴും കോൺഗ്രസിൻ്റെ ഒളിവ് ജീവിതത്തിൽ അതിൻ്റെ തണലിലാണ് യഥാർത്ഥത്തിൽ ഉള്ളത്. ആ സംരക്ഷണം ഇപ്പോഴും ഉണ്ട്. അതാണ് ഉള്ള സംഭവം. അതിന് മാറ്റി അത് വേറൊരു രീതിയിൽ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു കോൺഗ്രസ് നേതാക്കന്മാരെന്ന് മാത്രമേ ഉള്ളൂ. കോൺഗ്രസ് നേതാക്കന്മാർ ചിലർ പറഞ്ഞല്ലോ, ഭാവി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നവരുടെ മാനസിക നിലയെ സംബന്ധിച്ച് ഗൗരവം ആലോചിക്കല്ലാണ്ട് വേറെ എന്താ ചെയ്യുക? ഗുരുതരമായ കേസുകളാണ് രാഹുലിനെതിരെ വന്നത്. ഇങ്ങനെ ഒളിവിൽ കഴിയേണ്ടി വന്ന മറ്റ് ഏത് MLA ഉണ്ടെന്നും MV ഗോവിന്ദൻ ചോദിച്ചു. രാഹുൽ ഘടകം ഇല്ലെങ്കിലും UDFന് കനത്ത തിരിച്ചടിയാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഘടകം ഇല്ലെങ്കിലും UDFന് വലിയ തിരിച്ചടി ഉണ്ടാവും. പിന്നെ എങ്ങനെയാ ഒന്നാമത്തെ ഘടകം അതാകുക? അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ അകത്ത് യാതൊരു പ്രശ്നമില്ല. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ചരിത്ര വിജയമായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നേടാൻ പോകുന്ന വിജയം. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.